നിയാസേതാ ഇന്നൊന്നും ആവശ്യമില്ലായിരുന്നു. ഞാൻ എങ്ങനെ നിന്നോട് പറയുന്നു വിചാരിച്ചിട്ടുണ്ടായത്. എന്ത് ലവ് ലെറ്റർ അല്ലേ? ലവ് ലെറ്റർ അല്ല പോത്തെ എന്റെ കല്യാണ കഥ എന്നാ വായിക്ക്. കല്യാണ നിനക്കാ? അതെന്താ എനിക്ക് കല്യാണം കഴിച്ചൂടെ ഈ പ്രായത്തിലാ? അതെന്താ അങ്ങനത്തെ ഒരു വർത്താനം? അല്ല മൂപ്പർക്ക് എന്ത് ജോലി? KSRTC-യില്. ആ അപ്പൊ റിട്ടയർഡ് ആയിട്ടുണ്ടാവും അല്ലേ? കഴിഞ്ഞ ചിങ്ങത്തിൽ എനിക്ക് 40 കഴിഞ്ഞില്ലേ? നിനക്കും കല്യാണല്ലേ? അതല്ല, ഒരു പ്രശ്നമുണ്ട്. മുടി നരച്ചതൊന്നും വലിയ കാര്യാക്കണ്ട, അത് പ്രായം ഉണ്ടാവും. എന്റെ ദൈവമേ, എടാ ഞാൻ പറയുന്നത് നിനക്കൊന്ന് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? എന്ത്? എന്റെ കല്യാണം ക്യാപ്ചർ ചെയ്യാൻ നല്ലൊരു ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും വേണമെന്നാണ് എന്റെ പണ്ടേയുള്ള ആഗ്രഹം. ആ അങ്ങനെയാണ് നീ ആ ചെക്കൻ എന്നെ ഏൽപ്പിക്കണം. നല്ല പകലെടുക്കും. ആരുടാ? ഞാൻ തന്നെ. ഫോട്ടോഗ്രാഫി. അതിന് നീ ഇപ്പൊ ഈ പരിപാടിയെല്ലാം നിർത്തിയിട്ട് ആ സീരിയൽ നടീന്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാം റീൽസ് എല്ലാം എടുത്തോണ്ട് നടക്കലല്ലേ പണി? ആ അത് നാട്ടുകാര് പറയുന്നത്. ഞാൻ പക്ഷെ നീ അത് നിർത്തിന്ന് വിചാരിച്ച്. പക്ഷെ നീ കറക്റ്റ് സമയത്താ വന്നത്. എന്തേ? ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് ഞാൻ. ഓഫർ പറയടാ. ഓഫർ അറിയണമെങ്കിൽ നീ ആ ഫോട്ടോഗ്രാഫി തന്നെ മെസ്സേജ് ഇടും. എടാ പക്ഷേ ഇല്ലേ, എന്റെ ഒരു കസിൻ ഇല്ലേ, ഓളെ കല്യാണം ഉണ്ട് അടുത്താഴ്ച. പക്ഷെ അത് ദുബായിലാന്നിടാ. നീ വിചാരിച്ച ഞാൻ ഇന്ത്യയിൽ മാത്രം എവിടെ വേണേലും പോവും. അപ്പൊ ഞാൻ അത് സെറ്റ് ആക്കി തരാം. ആ കെയർ ഓഫില് എനിക്ക് കുറച്ച് അധികം ഡിസ്കൗണ്ട് തരണം കേട്ടാ. ശരി, കല്യാണത്തിന് വരണേ. പൈസ കിട്ടൂലേ?